ഇനാഗ്രേഷൻ വന്നപ്പോഴും ജാസിയുടെ ആഷി മാത്രമല്ല വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. അയാളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തും. ആഷി കൂടി വരും. ബിബു എന്ന് പറയുമ്പോൾ ആഷി എൻ്റെ ലൈഫിൽ വരാണ്ട് മുമ്പ് എൻ്റെ ലൈഫിൽ വന്നൊരു വ്യക്തിയാണ് ബിബു. എൻ്റെ നല്ലൊരു സുഹൃത്താണ്, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ വെൽവിഷറാണ്. ഞങ്ങൾ ദുബായിൽ ഒരുമിച്ചാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് മുതൽ കുഞ്ഞു കുഞ്ഞു ഗെറ്റ് ടുഗദറിനൊക്കെ ഞങ്ങൾ ഒരു ഫാമിലി പോലെ ബിബു വരും, ഞങ്ങൾ സുഹൃത്ത് നെജി, അങ്ങനെ കുറേ ആൾക്കാർ, ശ്രുതി, അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾ എല്ലാവരും കൂടി ദുബായിത്തെ എല്ലാ ഗ്യാങ്ങും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടും. റീനി എല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ ഗ്യാതറിങ്, ഞങ്ങൾ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ ടൂർ പോയിട്ടുണ്ട്. ദുബായിലുള്ള കൺട്രികൾ, GCC കൺട്രികളൊക്കെ ടൂർ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മുതൽ എൻ്റെ ഉള്ള സുഹൃത്താണ്. ഇപ്പോൾ ആണ് നാട്ടിൽ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മേക്കപ്പ് കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുമ്പേ തന്നെ ഇപ്പം നടാഷ്ട കലാലയം ആളുണ്ടായിരുന്നു. നടാഷ്ട ഇവരൊക്കെ ഒരുമിച്ച് റാമ്പിൽ മോഡലിംഗ് ചെയ്ത് 2021 മുതൽ 2024 വരെ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെയാണ് നടാശുമായിട്ട് പരിചയം. ഇപ്പോൾ സീരിയൽസിലേക്ക്, പുതിയ നല്ല നല്ല സീരിയൽസിലേക്ക് ആള് നോക്കുന്നുണ്ട്. 2-3 സീരിയൽസിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു അപ്കമിങ് ആയിട്ടുള്ള ഒരു സീരിയൽ നടനും കൂടിയാണ് ആള്. ജാസിയുടെ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഇത്ര നാളായിട്ട് പരിചയമുണ്ടല്ലോ. അപ്പം ജാസിക്കെതിരെ വരുന്ന പല വീഡിയോസും പല കാര്യങ്ങളും ബ്രോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഇതിനെക്കുറിച്ച് എന്താണ് ബ്രോയ്ക്ക് പറയേണ്ടത്? ഇത്ര നാളത്തെ പരിചയമുള്ള ഒരാളാണ് ജാസി. ഇടയ്ക്കിടയ്ക്ക് വിവാദത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ്. അത് അറിഞ്ഞോ അറിയാതെ വരുന്നൊരു സംഭവം. ഓക്കെ, അതിൻ്റെ കൂടെ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴും പലരും പറയും ആഷി ഒഴിവാക്കി വേറൊരാളെ എടുത്തെന്ന് പലരും പറഞ്ഞു വരും. അങ്ങനത്തെ സംഭവം നമ്മൾ നോക്കണേല്ല. അല്ല, അതിലൊക്കെ വേറൊരു വിവാദം ഉണ്ടായിട്ടോ. അതിലൊക്കെ കുറെ ആൾക്കാർ പറഞ്ഞു ആഷി എന്നെ ഒഴിവാക്കി പോയി, ആഷി എന്താണ് എവിടെ പോയി, കുറെ ഈ PPD ആൾക്കാരൊക്കെ, കുറച്ച് ആൾക്കാർ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു. എന്നെ സ്ഥിരമായിട്ട് ട്രോളുന്നൊരു പെണ്ണുണ്ടല്ലോ, ആ പെൺകുട്ടിയൊക്കെ ചെയ്ത ആഷി എവിടെ, ആഷി എവിടെ ഇറങ്ങിപ്പോയി, നീ ആഷി പോയി, നീ ഉത്തരം പറഞ്ഞിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. മോളെ അടങ്ങ്, നീ നിന്നോട് പറഞ്ഞത് മോളെ നീ അടങ്ങ്, എല്ലാവരുടെ മോളെ നീ അടങ്ങ്, ഒരു പൊടിക്ക് നീ അടങ്ങ്. നിനക്ക് ദുബായിൽ എന്താ ജോലിയെന്നും ദുബായിൽ നീ എങ്ങനെയാണ് നിൽക്കുന്നതെന്നും നീ എങ്ങനെയാണ് ദുബായിൽ ക്യാഷ് ഉണ്ടാക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. അപ്പൊ നീ ഒന്ന് അടങ്ങ്, തൽക്കാലം നീ ഒന്ന് അടങ്ങ് എന്റെ പൊന്ന് റെഡി മോളെ, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ആഷിത നിൽക്കണം, എന്നെ വീട്ടിട്ട് ഇന്നല്ലേ, ഇന്ന് 17-ാം തീയതി കേട്ടോ. ഇന്ന് 17-ാം തീയതിയാണ്. ആഷി എന്റെ കൂടെ തന്നെ ഉണ്ട്. നീ ടെൻഷൻ അടിക്കണ്ട, ആഷിനെ ഞാൻ വീട്ടിലേക്ക് മോളെ ടെൻഷൻ അടിക്കണ്ട, നീ ഒഴിവാക്കിപ്പോ. ആഷിനെ ഇപ്പൊ എന്റെ മകൾ കാണണോ? ആഷി പാലക്കാട് പോയി കണ്ടിട്ട് വരും, അതിനിപ്പോ എന്താ പ്രശ്നം? ഇല്ല, ഇതൊക്കെ ഇവരൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ആഷിയുടെ അമ്മക്ക് എന്നോട് പ്രശ്നമുള്ളൂ, അവനോട് പ്രശ്നമില്ല. ആഷിയുടെ അമ്മക്ക് അവനിപ്പോഴും അമ്മാന്റെ മോൻ തന്നെയാണ്, എന്നോട് പ്രശ്നമുള്ളൂ, അവനോട് ഒരു പ്രശ്നമില്ല. ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ബ്രോയ്ക്ക് എന്താണ് ഈ ഒരു വിഷയം ചോദിച്ചതിന്റെ ഒരു കാര്യം പറയാം. ഞാനും ജാസിയും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ബ്രോ ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത സെയിം ആഷി പോയി, ആഷിന്റെ സ്ഥാനത്താണ് പുതിയൊരാളെ കണ്ടിട്ടുള്ളത്. ഒരിക്കലുമില്ല. ആഷി വരുന്നതിന് മുമ്പ് ഒരു 8-9 വർഷമായി ഞങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കേട്ടോ. ഞാനിപ്പോ ചോദിക്കാൻ കാരണം ഇപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും വരുമ്പോൾ തന്നെ പലരും അതിനടി കമന്റ് ആയിട്ടും അല്ലാതെ റിയാക്ട് ചെയ്തിട്ടും പലരും ചോദിക്കും ആഷി ഉപേക്ഷിച്ചിട്ട് വേറൊരാളെ എടുത്തോ എന്നുള്ളൊരു സംഭവം. അതുകൊണ്ടാണ് അതെന്താ അറിയോ, ഈ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, ഈ ഉപേക്ഷിച്ച് പോവുക, വേറൊരാൾ അതിൽ കയറുക, അത് അങ്ങനത്തെ മൈൻഡ് ഉള്ളവർ മാത്രം ചിന്തിക്കുന്ന ഒരു സംഭവമാണ്. ഞങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പൊ ലേഡീസ് ഉണ്ടായിരിക്കും, അല്ലെ, ഒരു ഗ്യാങ് ഉണ്ടായിരിക്കും, അതിലൊരു പല വിധത്തിൽ എടുക്കുന്നത് അവരുടെ ചിന്താഗതി അനുസരിച്ചാണ്. അപ്പൊ അത് അറിയാത്തവര് അങ്ങനെ പല രീതിയിലും ട്രോളും. ആൾക്ക് കുറച്ച് റീച്ച് വേണം, അത്രേ ഉള്ളൂ. ആഷി ഞാൻ പറഞ്ഞ ഒരേ വൈബുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എല്ലാ ഇന്റർവ്യൂ പറയുമ്പോൾ യാത്രകൾ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓരോ നല്ല നല്ല മൊമെന്റ്സുകൾ ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കിടന്ന് കുരക്കുന്നവരെ കുറച്ചുകൊണ്ടേ ഇരിക്കും. നമ്മൾ ആ ഭാഗത്തേക്ക് മെയിൻ ചെയ്യുന്നില്ല, കിടന്ന് കുരക്കട്ടെ. പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് ഇപ്പൊ എല്ലാവരും ഇപ്പോൾ നമുക്ക് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്നല്ല അറിയില്ലല്ലോ. എന്തെങ്കിലും കാലത്ത് അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് പിരിയും. എന്തേ അത്രേ ഉള്ളൂ. ഇല്ല, ഇവിടെ ആർക്കും നമുക്കൊരു ഇത് കൊടുക്കാൻ പറ്റില്ല. എന്താണ് ഇത്ര കാലം വരെ എന്റെ കൂടെ ജീവിക്കണം എന്നുള്ള ഒരു സംഭവം അഗ്രിമെന്റ് ഇല്ലാത്തൊരു ലൈഫാണ് നമ്മൾ. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നാളെ ബ്രോ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ ഉണ്ടായിരിക്കില്ല. അങ്ങനെ വ്യത്യാസമല്ലേ. അപ്പൊ പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെ ആ ഒരു നെവർ മൈൻഡിൽ എടുക്കുക. ഓക്കെ.